ഹായ് ഓൺ, ഇറ്റ്സ് മീ അനുശ്രീ. വെൽക്കം ടു ഈസി സ്കൂൾസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗാന്ധിജിയാണ്. നിങ്ങൾക്ക് ഫോർത്ത് സെമ്മിൽ ഫിലോസഫിക്കൽ തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററും ഫിലോസഫിക്കൽ തോട്ട്സ് ഓൺ എഡ്യൂക്കേഷനാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിലോസഫേഴ്സിനെ പഠിക്കാണ്ട്, അവരുടെ ലൈഫ് സ്കെച്ച്, ഫിലോസഫി ഓഫ് ലൈഫ് ആൻഡ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എക്സെട്ര. അപ്പം ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗാന്ധിജീൻ്റെ ലൈഫ് സ്കെച്ച് ആൻഡ് ഹിസ് ഫിലോസഫി ഓഫ് ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ ആയിരിക്കും. So here's a brief life sketch of Gandhiji. He was born on October 2nd, 1869 in Porbandar, Gujarat, and he was the architect of India's freedom and one of the greatest men of the century. He followed the ideals of truth, non-violence and love, and he stayed on in South Africa for nearly 21 years to fight against the racial discrimination against the Indian settlers. നമുക്കറിയാം ഗാന്ധിജി തൻ്റെ ലൈഫിൽ ഫോളോ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതൊക്കെയായിരുന്നു. ആ ഒരു ഐഡിയൽസ് എന്ന് പറയുന്നത് ട്രൂത്ത്, നോൺ വയലൻസ് ആൻഡ് ലവ് ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിളിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുന്നതിന് മുന്നേ തന്നെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൻഡ് ഓൾസോ ഹി പ്രൊപ്പഗേറ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് സത്യാഗ്രഹ. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഓഫ് സത്യാഗ്രഹ, ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലും ഗാന്ധിജിയാണ്. സത്യ മീൻസ് ട്രൂത്ത് ആൻഡ് ആഗ്രഹ മീൻസ് ഫേംനെസ്. ആൻഡ് ഗാന്ധിജി കെയിം ബാക്ക് ടു ഇന്ത്യ ഇൻ 1915 ആൻഡ് ബിൽറ്റ് an ashram on the banks of the Sabarmati river near Ahmedabad. It is called the സത്യാഗ്രഹ ആശ്രം. അപ്പോൾ നമുക്കറിയാം 1915 ആ ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിൽ വരുന്നതും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും. ആൻഡ് ഇവിടെ വന്നതിന് ശേഷം ഒരു സബർമതി ആശ്രം ആൾ ബിൽറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സബർമതി ആശ്രമത്തിന് നമ്മൾ സത്യാഗ്രഹ ആശ്രം അല്ലെങ്കിൽ ഗാന്ധി ആശ്രം, സത്യാഗ്രഹ, സബർമതി അല്ലെങ്കിൽ ഗാന്ധി ആശ്രമം എന്നൊക്കെ ഈ ഒരു ആശ്രമം അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ദ വേ ഓഫ് ലൈഫ് ദാറ്റ് ഹി പ്രാക്ടീസ്ഡ് ദ വാസ് നോൺ ആസ് സർവോദയ. അപ്പോൾ ആ ആശ്രമത്തിലൂടെ അയാൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫാണ് ഈ സർവോദയ എന്ന് പറയുന്നത്. സർവോദയ മീൻസ് ദ വെൽബീയിങ് ഓഫ് ഓൾ. ആൻഡ് ഹി ഫോട്ട് പീസ്ഫുള്ളി ഫോർ മെനി കോസസ് ആൻഡ് സക്സീഡഡ് ഇൻ പെർsuading ദ ഗവൺമെൻറ് ടു അബോളിഷ് മെനി അബ്യൂസസ്. നമ്മളൊരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡറായിട്ട് തന്നെയാണ് ഗാന്ധിനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് സ്കെച്ചിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഇതിലൊരു ഇപ്പം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ്. അല്ലാതെ നമുക്ക് ഗാന്ധിജീൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലൈഫ് സ്കെച്ചിൽ ആഡ് ചെയ്യാം. ദെൻ മെയിൻ പബ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജീൻ്റെ കുറച്ച് മെയിൻ പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. അപ്പം ഒരു മിനിമം ഒരു 2-3 4 നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, അത് ഫേമസ് ആണ്. ആൻഡ് ദെൻ ഓൾ മെൻ ആർ ബ്രദേഴ്സ്, ട്രൂത്ത് ഈസ് ഗോഡ്, ഡയറ്റ് ആൻഡ് ഡയറ്റ് റിഫോം, ട്രസ്റ്റിഷിപ്പ്, ഹിന്ദു സ്വരാജ് ഓർ ഇന്ത്യൻ ഹോം റൂൾ ആൻഡ് കീ ടു ഹെൽത്ത്. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ മെയിൻ പബ്ലിക്കേഷൻസ്. നൗ ഫിലോസഫി ഓഫ് ലൈഫ്. ഇപ്പോൾ ഗാന്ധിസം എന്ന് പറയുന്നതാണ് ഗാന്ധിജീൻ്റെ ആ ഒരു ഫിലോസഫി ഓഫ് ലൈഫ് എന്ന് പറയുമ്പം ഗാന്ധിജീൻ്റെ ആ ഒരു ഫിലോസഫി ഓഫ് ലൈഫ് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരെ നമ്മൾ പറയും ഗാന്ധിയനാണ്, ഗാന്ധിസം ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ് ഗാന്ധിസം? ഇറ്റ് ഈസ് എ ബോഡി ഓഫ് ഐഡിയാസ് വിച്ച് ഇസ് പെർട്ടിക്കുലർലി അസോസിയേറ്റഡ് വിത്ത് ദ ഐഡിയാസ് ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സിവിൽ റെസിസ്റ്റൻസ്. അതായത് ഒരു നോൺ വയലൻസ്, അഹിംസയുടെ പാതയിൽ ജീവിക്കുക, അതാണ് മെയിൻ ഫിലോസഫി ഓഫ് ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിസം എന്ന് പറഞ്ഞാൽ ദ ഐഡിയ വിച്ച് ഇസ് പെർട്ടിക്കുലർലി അസോസിയേറ്റഡ് വിത്ത് ദ ഐഡിയ ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്. ആൻഡ് ഹിസ് ഫിലോസഫിക്കൽ വ്യൂസ് ആർ, ഇത് മാത്രമല്ല ഗാന്ധിജീൻ്റെ ഫിലോസഫിക്കൽ വ്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് അഹിംസ, നമുക്കറിയാം നോൺ വയലൻസ്. ഇറ്റ് ഈസ് നോട്ട് മിയർലി എ നെഗറ്റീവ് സ്റ്റേറ്റ് ഓഫ് ഹാംലെസ്നെസ് ബട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് love, of doing good even to the evil doer. Ahimsa is a weapon of matchless potency and it is the highest good of life. അതായത് അഹിംസ, നോൺ വയലൻസിൻ്റെ പാത്താണ് ഗാന്ധിജി ഫോളോ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ് ഓഫ് ഹാംലെസ്നെസ് അല്ല, ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് ലവ്. അതായത് നമ്മളോട് മോശമായി പെരുമാറുന്നവരോട് പോലും നമ്മൾ നല്ല രീതിയിൽ പെരുമാറി അവരെ
നോൺ വയലൻസിൻ്റെയും ലവിൻ്റെയും പാത്തിലൂടെ അവരെ കീഴടക്കുക. അതാണ് ആ ഒരു മെയിൻ ഫിലോസഫി ഓഫ് അഹിംസ എന്ന് പറയുന്നത് തന്നെ. ദെൻ സത്യ, ദാറ്റ് ഈസ് ട്രൂത്ത്. Truth has no form, therefore one will form such an idea or image of truth as appeals to him, and there will be as many images of truth as there are men. Truth should be truth in thought, truth in speech, and truth in action. അതായത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്യം. ഈ സത്യം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഡെഫിനേഷനൊന്നുമില്ല. ആ ഒരു ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസെപ്ഷനിലുള്ള ട്രൂത്ത് ആയിരിക്കില്ല മറ്റൊരാളുടെ പെർസെപ്ഷനിൽ ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇറ്റ് വാരീസ്, ദ പെർസെപ്ഷൻ ഓഫ് ട്രൂത്ത് വാരീസ് അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് പേഴ്സൺസ്. ആൻഡ് അത് തന്നെയാണ് ഒരു ഇൻഡിവിജ്വൽ, വാട്ട് വൺ ഇൻഡിവിജ്വൽ ബിലീവ്സ് ടു ബി ട്രൂ ഇസ് ട്രൂത്ത്. അതാണ് ഗാന്ധി പറയുന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര കോംപ്ലിക്കേറ്റഡായി പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതേ സെൻറ്റൻസസ് എഴുതി വെക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആ മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിച്ചാൽ മതി. ഈ ട്രൂത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്ര പറഞ്ഞാൽ മതി. അക്കോർഡിംഗ് ടു ഗാന്ധി, ഹി സേസ് ദാറ്റ് ട്രൂത്ത് ഇസ് വാട്ട് വൺ ബിലീവ്സ് ടു ബി ട്രൂ. അതിനാണ്, ആൻഡ് ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ഇൻഡിവിജ്വൽ ആസ് വെൽ. ആൻഡ് ദെൻ ട്രൂത്ത് ഓൾ ടുഗെദർ വിത്ത് ട്രൂത്ത് എന്ന് പറയുന്നതിനെ കൊണ്ട് ഗാന്ധിജി മീൻ ചെയ്യുന്നത് എന്താണ്? ട്രൂത്ത് ഇൻ തോട്ട്, ട്രൂത്ത് ഇൻ സ്പീച്ച് ആൻഡ് ട്രൂത്ത് ഇൻ ആക്ഷൻ. ദ തേർഡ് പോയിന്റ് ഇസ് ആസ്തയ. ആസ്തയ മീൻസ് നോൺ സ്റ്റീലിംഗ്. But non-stealing does not mean merely not to steal. To keep or take anything which one does not is also stealing. അപ്പോൾ നോൺ സ്റ്റീലിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മൾ അർഹിക്കാത്ത മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈവശം വെക്കുക എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീലിങ്ങിന് സമാനം തന്നെയാണ്. അപ്പോൾ അതാണ് ആസ്ത എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫി. അതായത് ജമീന്ദാർ, ജന്മിത്വം, അതിൻ്റെയൊക്കെ ആ ഒരു കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണ്. ഫ്യൂഡലിസത്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഗാന്ധി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈവൻ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഇൻവേഡ് ചെയ്ത് വന്ന് നമ്മുടെ ഇവിടുത്തെ ലാൻഡ് അക്വയർ ചെയ്യുന്നു, നമ്മളിവിടെ ഭരിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി അവരും എന്താണ്, അവരിവിടെ വന്ന് മോഷ്ടിക്കുകയാണ് ചെയ്തത്. അവരുടെ അധികാരത്തിലല്ലാതെ മറ്റൊരു കൺട്രിയിൽ പോവുക, അവരുടെ അധികാരം ഏറ്റെടുക്കുക, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെയൊരു ഫിലോസഫി ഗാന്ധിജി പറയുന്നത്. ആൻഡ് ദെൻ ബ്രഹ്മചര്യ മീൻസ് സെൽഫ് ഡിസിപ്ലിൻ. ദാറ്റ് മീൻസ് ടു ഹാവ് കൺട്രോൾ ഓഫ് ഓൾ ദ ഓർഗൻസ് ഓഫ് സെൻസസ്. ആൻഡ് ദെൻ ശരീർ ശ്രമ മീൻസ് ബ്രെഡ് ലേബർ. എന്ന് വെച്ചാൽ എന്താണ്? ബ്രെഡ് ലേബർ മീൻസ് ദാറ്റ് എവ്രി വൺ ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം സഫിഷ്യൻറ്റ് ബോഡി ലേബർ ഇൻ ഓർഡർ ടു എൻറ്റൈൽ ഹിം to his living. It means that every man has to labor with his body for his food and clothing. ആ ലാസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാവും. It means that every man has to labor with his body for his food and clothing. അവിടെ ഗാന്ധിജി നമ്മളോട് പറയുന്നത് നമ്മൾ സെൽഫ് റിലയൻ്റ് ആവുക. നമുക്ക് വേണ്ട അന്നം, നമുക്ക് വേണ്ട വസ്ത്രം സ്വയം കണ്ടെത്തുക, സ്വയം അധ്വാനിച്ച് കണ്ടെത്തുക, വർക്ക് ചെയ്ത് കണ്ടെത്തി നമ്മളെ തന്നെ മറ്റുള്ളവരിൽ ഡിപ്പെൻഡഡ് ആവാതെ സെൽഫ് റിലയൻ്റായി ജീവിക്കണം. അതാണ് ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ഓൾ ടുഗെദറായിട്ട് ഉള്ളൊരു മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് അപരിഗ്രഹ ഓർ നോൺ പൊസഷൻ. നോൺ പൊസഷൻ മീൻസ് ദാറ്റ് വി ഷുഡ് നോട്ട് ഹോൾഡ് എനിത്തിങ് ദാറ്റ് വി ഡു നോട്ട് നീഡ് ടുഡേ. ഇവിടെ ഗാന്ധിജി നമ്മളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയോളജി ഇസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് ഇനഫ് ഫോർ എവറിബഡീസ് നീഡ് ആൻഡ് നോട്ട് ഫോർ എനിബഡീസ് ഗ്രീഡ്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക, അല്ലാതെ നമ്മുടെ അത്യാഗ്രഹത്തിനായിട്ട്. നമുക്കെല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ അത്യാഗ്രഹത്തിനുള്ളതില്ല. അപ്പം അനാവശ്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ലേബർ ചെയ്യുക, അതിൽ ജീവിക്കുക, ആൻഡ് സസ്റ്റെയിൻ സംതിങ് ഫോർ യുവർ കമ്മിങ് ഫ്യൂച്ചർ ഓൾസോ. അപ്പോൾ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ആ ഒരു നോൺ പൊസഷൻ എന്ന് പറയുന്ന ഐഡിയോളജിയിലുള്ളത്. ദാറ്റ് മീൻസ് ദാറ്റ് വി ഷുഡ് നോട്ട് ഹോൾഡ് എനിത്തിങ് ദാറ്റ് വി ഡു നോട്ട് നീഡ് ടുഡേ. ആൻഡ് ദെൻ സ്വദേശി മീൻസ് യൂസ് ലോക്കലി മെയ്ഡ് ഗുഡ്സ്. സ്വദേശി ഇസ് ദാറ്റ് സ്പിരിറ്റ് ടു യൂസ് തിങ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആർ നെയ്ബർഹുഡ് ഓർ ആർ മദർലാൻഡ്. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഗൂഡ്സ് ആൻഡ് സർവീസസിൽ നമ്മൾ റിലൈ ചെയ്യുക. അതായത്
ഇൻഡിറക്ട്ലി പറയുന്നത് ഈ വിദേശ വസ്ത്രങ്ങളും വിദേശ വസ്തുക്കളൊക്കെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുക ആൻഡ് പ്രൊമോട്ട് സ്വദേശി ലോക്കലി മെയ്ഡ് ഗൂഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുക ആൻഡ് ഇൻ എ വേ ബോയ്ക്കോട്ട് ഓൾ the other things which are foreign. Now sparsha means untouchability means pollution by the touch of certain persons in reason of their birth in a particular caste or family. It is an outgrowth of casteism. നമുക്കറിയാം ഗാന്ധിജി വാസ് അഗെയിൻസ്റ്റ് കാസ്റ്റിസം. അപ്പോൾ അവിടെ അത് തന്നെയാണ് അൺടച്ചബിലിറ്റി. അതിൽ നിങ്ങൾക്ക് പറയാം ബൈ ബർത്ത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ആ ഒരു ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം പ്രകാരം നമുക്കിവിടെ നമ്മൾ ലോ കാസ്റ്റിലുള്ള ആൾക്കാരെയെല്ലാം നമ്മൾ അൺടച്ചബിൾ ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു ഗാന്ധിജി. നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതിയാൽ മതി. ഗാന്ധിജി വാസ് എഗെയിൻസ്റ്റ് ദ പ്രാക്ടീസ് ഓഫ് കാസ്റ്റിസം. Now his philosophy of education. ഇതാണ് ഗാന്ധിജീൻ്റെ ആ ഒരു ഫിലോസഫി ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ചിലപ്പം ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചേക്കാം. അപ്പം നിങ്ങൾ ഓരോന്നിൻ്റെയും മെയിൻ പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. അതിലൊരു നിങ്ങളുടേതായ വേർഡ്സിൽ 1-2 സെൻറ്റൻസസിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ ഈ ടെക്സ്റ്റിലുള്ള സെയിം വേർഡ്സ് എഴുതി വെക്കണമെന്നില്ല. അതിന് വെറുതെ ടൈം പോക്കണ്ട. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രം മതി. നിങ്ങൾക്ക് ഗാന്ധിജി ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അല്ലാതെ എഴുതാൻ നിങ്ങൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ലൈക്ക് ഹി പ്രൊമോട്ടഡ് ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ ആൻഡ് he had absolute faith in truth. He believed in the concept of brotherhood. പിന്നെ he followed a very simple and humble life. അങ്ങനെ നിങ്ങൾക്ക് ഗാന്ധിജീനെ കുറിച്ച് അറിയുന്ന പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് എന്തിൽ എഴുതാൻ പറ്റും? ഈ ഫിലോസഫി ഓഫ് ലൈഫിൽ എഴുതാൻ പറ്റും. ഈ പറഞ്ഞ ഇതേ പോയിൻറ്റ്സും ഇതേ സെൻറ്റൻസസ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. പിന്നെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ നിങ്ങളോട് ഒരു 4 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ഗാന്ധിജീസ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ മാത്രം ചോദിച്ചു എന്ന് വരാം. ഈവൻ essay ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. essay ക്വസ്റ്റനൊക്കെ ആയിട്ട് ചോദിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഗാന്ധിജീൻ്റെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനാണ് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ടത്. പക്ഷേ അതിൽ നിങ്ങൾക്ക് ഗാന്ധിജീൻ്റെ ലൈഫ് സ്കെച്ച് ഒരു 4-5 ഒരു ചെറിയൊരു പാരഗ്രാഫിൽ എഴുതാം, 4-5 സെൻറ്റൻസസ് വരുന്നത്. അതുപോലെ ഫിലോസഫി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ബ്രീഫ് ചെയ്ത് പോയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആ ഒരു മെയിൻ പോയിൻറ്റ്സ് മാത്രം എഴുതുക. എന്നിട്ട് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷന് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തിട്ട് നിങ്ങൾ എക്സാം എഴുതി തീർക്കുക. സോ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ ആദ്യം പറയേണ്ടത് ഗാന്ധിൻ്റെ ആ ഒരു ഫേമസ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷനാണ്. എന്തായിരുന്നു അത്? എഡ്യൂക്കേഷൻ ഇസ് ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇതുപോലെ പഠിച്ചു വെക്കുക. ഇതാണ് ഗാന്ധിജീൻ്റെ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് ഡെവലപ്മെൻറ്റ്. ഗാന്ധിജീൻ്റെ അടുത്ത ഐഡിയ ഓൺ എഡ്യൂക്കേഷനാണ് ലൈക്ക് എഡ്യൂക്കേഷൻ ഇസ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ലിറ്ററസി, എക്സെട്ര എക്സെട്ര. എഡ്യൂക്കേഷൻ ഇസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ആ ഒരു ഡെഫിനിഷനിൽ പറയുന്നുണ്ട്, ഇറ്റ് ഇംപ്ലൈസ് ടു ദ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ആണ് ഗാന്ധിജി എഡ്യൂക്കേഷനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദ ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് the development of human personality in terms of physical, intellectual and spiritual aspects. ഇതുപോലെ എല്ലാ വെറും ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റിൽ മാത്രം നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നല്ല നമ്മൾ എഡ്യൂക്കേഷനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും ഉള്ള ഒരു ഡെവലപ്മെൻറ്റിനെയാണ് ഗാന്ധിജി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ലിറ്ററസി. ലിറ്ററസി ഇസ് just a means of education. He emphasized the development of head, heart, hand and health. According to Gandhiji, true education is that which draws out and stimulates the spiritual, intellectual and physical faculties of the children. അതായത് ലിറ്ററസി എന്ന് പറഞ്ഞാൽ വെറും എഴുതാനും വായിക്കാനും പഠിക്കുക അത് മാത്രമല്ല, അതിനെയല്ല നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ലിറ്ററസിയാണ്. ദ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലിറ്ററസിയിൽ പറയാം. ഇവിടെ ഗാന്ധിജി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിലായാലും ആ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിലും എല്ലാ ആസ്പെക്റ്റിലും നമുക്കൊരു ഓൾ റൗണ്ട് ആയിട്ടുള്ളൊരു
ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അതിനാണ് ഗാന്ധിജി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് മിയർലി ലിറ്ററസി. And then the objectives of truth, the objectives of education. The objective of the new education is not only a balanced and harmonious individual, but also a balanced and harmonious society in which there is no difference between the haves and the have-nots, and everybody enjoys equal rights and freedom. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എവ്രി വൺ ഷുഡ് എൻജോയ് ഈക്വൽ റൈറ്റ് ആൻഡ് ഫ്രീഡം. ഹാവ്സും ഹാവ് നോട്ട്സും, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലൊന്നും യാതൊരു വ്യത്യാസവും പാടില്ല. എല്ലാവരും സന്തോഷത്തോടെ ഒരുമയോടെ ഒരുമിച്ച് ജീവിക്കാം. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ്, എല്ലാവർക്കും ഈക്വൽ ഫ്രീഡം. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ബാലൻസ്ഡ് ആവുക, ഹാർമോണിയസ് ആവുക എന്നത് മാത്രമല്ല ഒരു എഡ്യൂക്കേഷനെ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റി ബാലൻസ്ഡ് ആവുക, സൊസൈറ്റിയിലും ഒരു ഹാർമണി വരിക, അതാണ് നമ്മൾ എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ത്രൂ ക്രാഫ്റ്റ്. നമുക്കറിയാം ഗാന്ധിജി അഡ്വക്കേറ്റഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. വൊക്കേഷണൽ എഡ്യൂക്കേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ ത്രൂ ക്രാഫ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. Gandhiji developed his idea on education through craft, and the core of his proposal was the introduction of productive handicrafts such as spinning, weaving, leatherwork, pottery, metalwork, basket making, and book binding, etc. in the school curriculum. സ്കൂൾ കരിക്കുലത്തിൽ നമ്മൾ നേരത്തെ തന്നെ ഗാന്ധിജീൻ്റെ ആ ഫിലോസഫിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബ്രെഡ് ലേബർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ സ്വയം തൊഴിൽ ചെയ്ത് നമ്മുടെ അന്നവും വസ്ത്രമൊക്കെ കണ്ടെത്തുക. അപ്പോൾ അതിനാദ്യം നമ്മളൊരു തൊഴിലറിഞ്ഞിരിക്കണം. ഏതൊരു കുട്ടിയും ആദ്യം ഒരു തൊഴിൽ പഠിക്കണം. നമ്മൾ ബാക്കി ബേസിക്കായിട്ടുള്ള ലാംഗ്വേജസും അല്ലെങ്കിൽ മറ്റ് സബ്ജക്ട്സൊക്കെ പഠിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞ വൊക്കേഷണലായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രെയിനിങ്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്കറിയാം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാമിൽ സെയിം മെത്തേഡ് ഓഫ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നൗ കരിക്കുലം. എങ്ങനത്തെ കരിക്കുലം ആയിരിക്കണം എന്നാണ് ഗാന്ധി സ്ട്രെസ് ചെയ്യുന്നത്? ഇറ്റ് ഷുഡ് ബി ആക്ടിവിറ്റി സെൻറ്റേർഡ്, ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആൻഡ് ലൈഫ് സെൻറ്റേർഡ്. അപ്പോൾ ആക്ടിവിറ്റി സെൻറ്റേർഡ്, ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആൻഡ് ലൈഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു കരിക്കുലം ആയിരിക്കണം നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അതിൽ ഗാന്ധിജി പ്രൊപ്പോസ് ചെയ്യുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ബേസിക് ക്രാഫ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് പഠിച്ചു വെക്കുക. അഗ്രികൾച്ചർ ആവാം, സ്പിന്നിങ്, വീവിങ്, കാർപ്പൻട്രി, ലൈക്ക് ഫിഷറി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് അറിഞ്ഞിരിക്കുക, ഒരു വൊക്കേഷൻ. ആൻഡ് ദെൻ മാത്തമാറ്റിക്സ്, യൂസ്ഫുൾ ഫോർ ക്രാഫ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ്. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള അത്തരം മാത്തമാറ്റിക്സ്, ആൻഡ് ദെൻ സോഷ്യൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, ആർട്സ്. സോ ഇതൊക്കെയാണ് ഗാന്ധിജി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള മെയിൻ സബ്ജക്ട്സ് ഇൻ ഹിസ് കരിക്കുലം. ആൻഡ് ദെൻ ഗാന്ധിജി അഡ്വക്കേറ്റഡ് യൂണിഫോം എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് അപ് ടു ദ 5th grade and diversified education thereafter. യൂണിഫോം എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് അപ് ടു 5th grade, പിന്നെ ഡൈവേഴ്സിഫൈഡ് എഡ്യൂക്കേഷൻ thereafter മീൻസ് ഓരോരുത്തർക്ക് അവരുടേതായ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ അനുസരിച്ചിട്ട് അവരവരുടെ ക്രാഫ്റ്റും മറ്റ് കാര്യങ്ങളും സബ്ജക്ട്സും ഒക്കെ ചൂസ് ചെയ്ത് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യുക. ആൻഡ് ദെൻ മദർ ടങ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജീൻ്റെ ആ ഒരു സ്കീം ഓഫ് കരിക്കുലത്തിൽ ഗാന്ധിജി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. To achieve mental development, training of senses and parts of the body should be given, and reading should precede the teaching of writing. എഴുതുന്നതിന് മുന്നേ അവർ വായിക്കാൻ പഠിക്കുക. ആൻഡ് ബിഫോർ ടീച്ചിങ് ഓഫ് ആൽഫബറ്റ്സ് ആർട്ട് ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. ആൽഫബറ്റ്സ് പഠിക്കുന്നതിന് മുന്നേ അവർക്ക് ആർട്ട് ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് ദെൻ സ്ട്രെസ് ഫോർ ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, അതിന് സ്ട്രെസ് ചെയ്യുക. And then mother tongue should be the medium of instruction. Then teaching through creative and productive activities. നമുക്കറിയാം എങ്ങനത്തെ കരിക്കുലത്തിനാണ് ഗാന്ധിജി സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്? ആക്ടിവിറ്റി സെൻറ്റേർഡ്, ലൈഫ് സെൻറ്റേർഡ് ആൻഡ് ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പറയാം ദ ടീച്ചിങ്
through creative and productive activities and adopt lecture, questioning and discussion method. ഇതൊക്കെ ടീച്ചിങ് ആണ് കേട്ടോ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് ഗാന്ധിജി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇൻകോർപ്പറേറ്റ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ സിലബസ്. വൊക്കേഷണൽ ട്രെയിനിങ്ങും ഈ സിലബസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. നൗ റോൾ ഓഫ് എ ടീച്ചർ. An ideal teacher should be free from any addiction and he needs to be polite and should set an ideal example of simple living and high thinking. അതായത് ടീച്ചറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഷുഡ് ബി എ റോൾ മോഡൽ ടു ദ സ്റ്റുഡൻസ്. അങ്ങനെ ആയിരിക്കണം. ഹി ഷുഡ് ഫോളോ എ വെരി സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്, പൊളൈറ്റ് ആയിരിക്കണം. And then first of all he should be free from any sort of addiction and he should be aware of his duties towards students and society, help to develop high morals and strong characters in their students. Then ഇതൊക്കെയാണ് റോൾ ഓഫ് ടീച്ചർ. നൗ കമ്മിങ് ടു ബേസിക് എഡ്യൂക്കേഷൻ. ചിലപ്പോൾ നിങ്ങളോട് ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാൻ പറയും. അപ്പോൾ അറിഞ്ഞിരിക്കുക എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ. Vartha scheme of education in 1937 is popularly known as basic education. And ഈ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്കീം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗാന്ധിജി തന്നെയാണ്. The scheme was proposed by Gandhiji and it is based on the elementary education in India. The scheme was the first attempt to develop an indigenous scheme of education in British India. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ എല്ലാവരും, അതായത് ബ്രിട്ടീഷേഴ്സ് ഒരുപാട് അവരുടെ മോഡ് ഓഫ് സ്കൂളിംഗ് ആൻഡ് ടീച്ചിങ് അതൊക്കെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഇൻഡിജിനസ് സ്കൂൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാന്ധിജിയാണ് ഇൻ ദ ബ്രിട്ടീഷ് ഇന്ത്യ. ആൻഡ് ഫ്രീ the system of education is related to basic needs and basic occupation. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് റിലയൻ്റ് ആവാനും ഇൻഡിപെൻഡൻ്റ് ആവാനും അതുപോലെ എന്തെങ്കിലും ഒരു വൊക്കേഷൻ അറിഞ്ഞിരിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്തിട്ടാണ് ഗാന്ധിജീൻ്റെ ആ ഒരു ഫിലോസഫി ഓഫ് സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ബേസിക് നീഡ്സിനെ കുറിച്ച്, ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ബേസിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ എന്തെങ്കിലും ഒരു ബേസിക് ഒക്കുപ്പേഷൻ അറിഞ്ഞിരിക്കുക എന്നത്തെ കാര്യങ്ങളിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഈ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീ യൂണിവേഴ്സൽ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 7 to 14 years. Then subjects are taught in correlation with craft, environment and other subjects. ക്രാഫ്റ്റ്, എൻവയൺമെൻറ്റ് ആൻഡ് അതർ സബ്ജക്ട്സിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് അവരുടെ ആ സിലബസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് എയിംസ് ടു അച്ചീവ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് the child, and education should center around some basic crafts like fishery, carpentry, weaving and agriculture, etc. Education is self-supported through some productive work. And അതായത് education is self-supported through some productive work means അവരുടെ എഡ്യൂക്കേഷനും അതിന് വേണ്ട കാര്യങ്ങളും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ സ്വയം കണ്ടെത്തുക. അതിന് വേണ്ടുന്ന ബുക്സ് ആണെങ്കിലും അതിനൊക്കെ അവർ സ്വന്തം ലേബർ ചെയ്ത്, അതായത് അവിടെ അടിച്ചു വരാനൊന്നും വേറെ ആൾ വരില്ല, ഇവർ തന്നെയായിരിക്കും. കുക്കിങ്ങിനൊന്നും വേറെ പുറത്തുനിന്ന് ആൾക്കാരില്ല, കുട്ടികൾ തന്നെയായിരിക്കും ഷിഫ്റ്റായി കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരിക്കും. സോ എഡ്യൂക്കേഷൻ ഇസ് സെൽഫ് സപ്പോർട്ടഡ് ത്രൂ സം പ്രൊഡക്റ്റീവ് വർക്ക് ആൻഡ് ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ലേണിംഗ് ബൈ ഏണിങ്. ഇത്തരം പ്രിൻസിപ്പിൾസൊക്കെയാണ് ഗാന്ധിജി ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കീമിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു ഐഡിയാസ്. ദെൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, ഗാന്ധിജീനെ മാക്സിമം ഷോർട്ടായിട്ട് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളൊരു ആൻസർ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്ത ക്ലാസ്സിൽ തന്നെ ഞാൻ കുറേ പോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ലെങ്തി ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വായിച്ചു പോയിട്ടുണ്ട്. സിമ്പിളാണ്, കാരണം ഗാന്ധി ഒരു ഫെമിലിയർ പേഴ്സണാണ്. ഗാന്ധിൻ്റെ ആ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫും എഡ്യൂക്കേഷനൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് കേട്ടതായതുകൊണ്ടാണ്. അപ്പം അതിൽ നിങ്ങളിങ്ങനെ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സിന് മാത്രം സ്ട്രെസ് ചെയ്ത് പോകാതെ നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം നിങ്ങൾ
എഴുതുക. കാരണം ഗാന്ധിജി ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജീൻ്റെ ഒന്നെങ്കിൽ പബ്ലിക്കേഷൻസ് ഏതെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഗാന്ധിജീൻ്റെ ഫിലോസഫി ഓൺ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ചോദിക്കാം. ബേസിക് എഡ്യൂക്കേഷൻ തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് സിമ്പിളാണ്. സോ താങ്ക് യു.